ഹായ്, ഇറ്റ്സ് മീ രുക്കു. ഇന്നൊരു പുതിയ പ്ലാന്റിനെ കുറിച്ച് പറയാനാണ് വന്നത്. കോസ്റ്റസ് സ്പീഷ്യസ് വെരിഗേറ്റഡ് എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. ഇതൊരു ജിഞ്ചർ ഇനത്തിൽപ്പെട്ട പ്ലാന്റാണ്. സ്പൈറൽ ജിഞ്ചർ അല്ലെങ്കിൽ ക്രീപ്പ് ജിഞ്ചർ എന്നും ഇത് അറിയപ്പെടുന്നു. പച്ചയും വെള്ളയും ഇടകലർന്ന് വരകളോട് കൂടിയാണ് ഇതിൻ്റെ ഇലകൾ കാണപ്പെടാറുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ വേരിഗേറ്റഡ് എന്ന് പറയുന്നത്. പച്ചയിൽ വെള്ള വരകളുള്ള എല്ലാ പ്ലാന്റ്സും വേരിഗേറ്റഡ് പ്ലാന്റ്സ് ആണ്. ഔഷധഗുണം കൂടിയൊരു ചെടിയാണ് ആനക്കൂവ, ചണ്ണക്കൂവ അല്ലെങ്കിൽ ഇൻസുലിൻ പ്ലാന്റ് എന്ന് പറയുന്നൊരു ചെടി. ഇതുമായി സാമ്യം തോന്നുന്ന ഒരു ചെടിയാണ് കോസ്റ്റസ് സ്പീഷ്യസ് വെരിഗേറ്റഡ് എന്ന് പറയുന്ന പ്ലാന്റ്. ഇൻസുലിൻ പ്ലാന്റിൻ്റെ ഇലകൾ പച്ചനിറത്തിലാണ്, വേരിഗേറ്റഡ് അല്ല. ഇതൊഴിച്ചാൽ ഈ രണ്ട് പ്ലാന്റുകൾക്ക് തമ്മിൽ കാഴ്ചയിൽ ഒരുപോലെ തന്നെയാണ്. ഇവയുടെ സ്റ്റെമ്മ് റെഡ് അല്ലെങ്കിൽ ഒരു മെറൂൺ കളറിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ സ്പൈറലായിട്ടാണ് ഇത് വളരുന്നത്. കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള ചെടിയാണ്. തൊട്ട് കഴിഞ്ഞാൽ നല്ല മിനുസമാണ് ഇതിൻ്റെ ഇലകൾക്ക്. വെൽവെറ്റ് പോലെ തോന്നിക്കുന്ന ഇലകളാണ് ഇവയ്ക്കുള്ളത്. കെയറിങ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ല. എന്നാലും വെള്ളം കെട്ടിക്കിടന്നാൽ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല ബ്രൈറ്റനിങ് ആയിട്ടുള്ള സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇലകളിലുള്ള വെള്ള നിറം കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സാധാരണ ചാണകപ്പൊടിയും മണ്ണും ചേർത്തുള്ള മിശ്രിതം തന്നെ മതിയാവും ഇത് നടാനായിട്ട്. എൻ്റെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലാത്തത് കൊണ്ട് കരിയിലയും മണ്ണും ചേർത്താണ് ഞാനിത് നട്ടിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.